ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രാക്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസ് നമ്മൾ കാണുന്നതാണ്. മെയിനായിട്ട് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മ്യൂച്വലിസം, പ്രിഡേഷൻ, പാരസൈറ്റിസം, അങ്ങനെ കുറച്ചെണ്ണം മാത്രമായിരിക്കും. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസ്, എല്ലാ ഗ്രേഡ്സിലുള്ള ഇൻട്രാക്ഷൻസ് ഒരു എക്കോസിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അത് ബയോട്ടിക് കമ്മ്യൂണിറ്റി തമ്മിലാവട്ടെ, ഇനി ബയോട്ടിക് കമ്മ്യൂണിറ്റിയും അബയോട്ടിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും മറ്റുമായിട്ടും ഒരുപാട് തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഇൻട്രാക്ഷൻസ് വഴി തന്നെയാണ് ആ ഒരു എക്കോസിസ്റ്റം അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സക്സഷനും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡഡ് ആയിരിക്കും ഈ ഒരു ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് പാർട്ട്ണറിനും പോസിറ്റീവായിട്ടുള്ള ഗുണമായിരിക്കാം ഉണ്ടാവുന്നത്, ചിലപ്പോൾ രണ്ടിനും നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്. ഇനി ഒരാൾക്ക് പോസിറ്റീവ് ആയത് തന്നെ മറ്റൊരാൾക്ക് ഒരു ഗുണവും ദോഷവും ഇല്ലാത്ത തരത്തിലും വരാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇൻട്രാക്ഷൻസ് അപ്പോൾ പറയുമ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് എന്നും നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് എന്നും പറയാം. അതിൽ നമുക്ക് പോസിറ്റീവ് ഇൻട്രാക്ഷനിൽ തന്നെ മ്യൂച്വലിസം, കമൻസാലിസം, പ്രോട്ടോ കോപ്പറേഷൻ, അങ്ങനെ 3 ഹെഡിങ്ങിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം. അതുപോലെ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് പ്രിഡേഷൻ, പാരസൈറ്റിസം, ആൻറ്റിബയോസിസ്, അങ്ങനെ 3 ടോപ്പിക്ക്. അതുപോലെ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് നമുക്ക് പാരസൈറ്റിസം, പ്രിഡേഷൻ, കോമ്പറ്റീഷൻ, ആൻറ്റിബയോസിസ്, അങ്ങനെ 4 ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം. രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനെ മറ്റൊരു പോപ്പുലേഷനെ മുകളിൽ ട്രമൻഡസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു ഇൻട്രാക്ഷൻ വഴിയായിരിക്കും ആ രണ്ട് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം ആ ഒരു എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കണം സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ പറയുമ്പോൾ ഈ പോപ്പുലേഷൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർ സ്പെസിഫിക് ആവാം, ഇൻട്രാ സ്പെസിഫിക് ആവാം. ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീഷീസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നത് ഇൻട്രാ സ്പെസിഫിക്. ഇനി ഇൻ്റർ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഇടയിൽ വരുന്ന പോപ്പുലേഷൻസ്, അതായത് ഒരു സ്പീഷീസിൻ്റെ ഇടയിൽ തന്നെ അവർ തമ്മിൽ വരുന്ന ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് കോമ്പറ്റീഷൻ ആവാം, വേറെ എന്ത് ഇൻട്രാക്ഷൻ ആയാലും അത് നമ്മൾ ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയും. അതിന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസ് തമ്മിലാണ് ആ ഇൻട്രാക്ഷൻ വരുന്നതെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം, പോസിറ്റീവ് ഇൻട്രാക്ഷൻസിലേക്ക് കടക്കാം. അപ്പോൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് ഇപ്പോൾ നമ്മൾ ആ ഹെഡിങ്ങിൽ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനും ബെനിഫിഷ്യൽ ആയിരിക്കാം, ബോത്ത് പാർട്ട്നേഴ്സ് ബെനിഫിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു പാർട്ട്ണറിന് ബെനിഫിറ്റും മറ്റേ പാർട്ട്ണറിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. ഈ രണ്ട് കേസാണെങ്കിലും അത് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് എന്നുള്ള ഗ്രൂപ്പിലാണ് പറയുക. അതായത് രണ്ടാൾക്കും ഗുണം വരാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണം ഒരാൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്തൊരവസ്ഥ, രണ്ടും നമുക്ക് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് എന്നുള്ള രീതിയിൽ പറയാം. ഇനിയിപ്പോൾ ബെനഫിറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബെനഫിറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അത് ഫുഡാവാം, ഷെൽട്ടർ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബെനഫിറ്റഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും ആ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഒരാൾക്ക് ഫുഡ്, ഒരാൾക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കാമല്ലോ മിക്കവാറും ആ ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനിയിപ്പോൾ ഈ പോസിറ്റീവ് ഇൻട്രാക്ഷൻസിൽ മെയിൻ വരുന്നതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് അവർ മ്യൂച്വലി ഡിപ്പെൻഡഡ് ആയിരിക്കും, മ്യൂച്വലി ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവർ മ്യൂച്വലി ബെനിഫിറ്റഡ് ആണെന്ന് പറയാം. ഈ മ്യൂച്വലിസത്തിൽ തന്നെ 2 ടൈപ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒബ്ലിഗേറ്ററി ആയിട്ടുള്ളതും ഉണ്ട്, അതേസമയം ഓപ്ഷണൽ ആയിട്ടുള്ളതും ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്. അതായത് 2 ഗ്രൂപ്പായുള്ളത്, ഒബ്ലിഗേറ്ററി അഥവാ കമ്പൽസറി ആയിട്ടുള്ളതും ഉണ്ട്, ഓപ്ഷണൽ, ജസ്റ്റ് ഓപ്ഷണൽ, അത് എടുക്കാം ഇല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം. അങ്ങനെ 2 ടൈപ്പിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഒബ്ലിഗേറ്ററി അഥവാ കമ്പൽസറി ആയിട്ടുള്ളതിൽ നമുക്ക് ലൈക്കൻ പറയാം. മെയിനായിട്ട് ലൈക്കൻ, പിന്നെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസും മറ്റും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ലൈക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്കൻ എന്ന് പറയുമ്പോൾ ഒരു അസോസിയേഷനാണ്. ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗെ മെയിനായിട്ട് ഗ്രീൻ ആൽഗയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഗ്രീൻ ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, ആ ഫുഡ് ഈ ഫംഗസിനും കൂടി കൊടുക്കും. അതേസമയം ഫംഗസ് ആൽഗയ്ക്കുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, ന്യൂട്രീഷൻ, അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നത്. ഇവർ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആവശ്യമാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് 2 പേർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മ്യൂച്വലിസം എന്നുള്ള രീതിയിൽ, ഒബ്ലിഗേറ്ററി ആയിട്ടുള്ളൊരു മ്യൂച്വലിസം എന്നുള്ള രീതിയിൽ അവർ കണ്ടിന്യൂസ്ലി അവർ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂൾസിലാണ് അവർ ഉണ്ടാവുന്നത്.
പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ബാക്ടീരിയാസ് നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ റൈസോബിയം ബാക്ടീരിയാസ് ആണ്. അതേസമയം അവർക്ക് കിട്ടുന്ന ഗുണം എന്താ? ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ് അവർക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി ബെനഫിറ്റഡ് ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാരമേസിയം സൂക്ലോറല്ല തമ്മിലുള്ള ഇൻട്രാക്ഷനും നമുക്ക് ഈ ഒരു കമ്പൽസറി ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള മ്യൂച്വലിസത്തിൽ വരാം. അതായത് പാരമേസിയം സൂക്ലോറലൊക്കെ കൊടുക്കുന്നത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ സൂക്ലോറല തിരിച്ചു കൊടുക്കുന്നത് ഫുഡാണ്. അങ്ങനെ ആ ഒരു ന്യൂട്രീഷനും പ്രൊട്ടക്ഷനും എന്നുള്ള രീതിയിലായിരിക്കും മോസ്റ്റ് കേസസിൽ ഈ ഒരു ഇൻട്രാക്ഷൻ, മ്യൂച്വലിസം എന്നുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ടും അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് പറയാം. സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ടും ബ്ലൂ ഗ്രീൻ ആൽഗയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എക്സാമ്പിളായിട്ട് നമുക്ക് നോസ്റ്റോക്ക്, അനബീന മറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതും നൈട്രജൻ ഫിക്സേഷൻ തന്നെയാണ്. അപ്പോൾ സൈക്കസ് ഒരു ജിംനോസ്പേമാണ്. അപ്പോൾ സൈക്കസിന് വേണ്ടിയിട്ടുള്ള നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ ആകുമ്പോൾ അവർക്ക് കിട്ടുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു ഇൻട്രാക്ഷനും കണ്ടിന്യൂ ചെയ്ത് ഒരു ഒബ്ലിഗേറ്ററി ഇൻട്രാക്ഷനായിട്ട് പോകുന്നു. അതേപോലെ തന്നെ പൈനസ് എടുത്തു കഴിഞ്ഞാൽ പൈനസിൻ്റെ റൂട്ടിൽ എക്ടോട്രോഫിക് ആയിട്ടുള്ള മൈക്കോറൈസൽ അസോസിയേഷൻ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവർ തമ്മിൽ വരുന്നതും ഈ ഒരു മ്യൂച്വലിസം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിളാണ് ടെർമൈറ്റും ഈ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോയിൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്. അതായത് ഈ ടെർമൈറ്റ്സ് വുഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെർമൈറ്റ്സിൻ്റെ ഗട്ടിൻ്റെ ഉള്ളിലായിരിക്കും ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോട്ടോസോയിൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോട്ടോസോയിൻസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ടെർമൈറ്റ്സ് ഫീഡ് ചെയ്യുന്ന ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ആ സെല്ലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോയിൻസ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ട്രൈക്കോനിംഫെ ഒരു ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവനായിട്ട് പറയാം. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് പോസിറ്റീവ് ഇൻട്രാക്ഷനാണ് പറയാനുള്ളത്, കമൻസാലിസം. കമൻസാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് 0 എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അതായത് ഒരു പാർട്ട്ണറിന് ഗുണമായിരിക്കും ഉണ്ടാവുക, ബെനിഫിറ്റഡ് ആയിരിക്കും. മറ്റേ പാർട്ട്ണറിന് പ്രത്യേകിച്ച് ഗുണമില്ല എന്നാൽ ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. ആ പാർട്ട്ണർ ഉള്ളതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. ഇനി ഈ കമൻസാലിസം തന്നെ 2 ടൈപ്പ് ഉണ്ട്, എക്ടോ കമൻസാലിസും എൻഡോ കമൻസാലിസും. എക്ടോ കമൻസാലിസം എന്ന് പറയുമ്പോൾ ആ കമൻസാൽ ഉണ്ടാവുന്നത് ഹോസ്റ്റിൻ്റെ ഔട്ടർ ബോഡി സർഫസിലായിരിക്കും. അത് അതിൻ്റെ ടെൻഡക്കിൾസിലാവാം അല്ലെങ്കിൽ ബോഡി പാർട്സിൽ എന്നുള്ള രീതിയിൽ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റ് ആണ്. അപ്പോൾ എപ്പിഫൈറ്റ്സ് ട്രീൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു കമൻസാലായിട്ടാണ്, എക്ടോ കമൻസാൽ എന്ന് പറയാം. അത് അതിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് ഇത് എക്ടോ കമൻസാലാണെന്ന് പറയാം. അതേപോലെ തന്നെ ആ ഓർക്കിഡ്സ് അല്ലെങ്കിൽ എപ്പിഫൈറ്റ്സ് ട്രീനെ ആശ്രയിക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിലല്ല, അതിന് പകരം സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാരസൈറ്റിസം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എപ്പിഫൈറ്റ് ഉള്ളതുകൊണ്ട് ആ ട്രീസിന് പ്രത്യേകിച്ച് ഗുണമോ നഷ്ടമോ ഒന്നും ഉണ്ടാകുന്നില്ല, ഹാംഫുൾ ആവുന്നില്ല. അതുകൊണ്ട് അത് കമൻസാലിസം എന്നുള്ള ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത് ഷാർക്ക്. സക്കർഫിഷ് ഉണ്ടാകുന്നത് ഈ ഷാർക്കിൻ്റെ ഡോഴ്സൽ ഫിന്നിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. പിന്നെ പറയാനുള്ളത് ക്ലൗൺ ഫിഷ്, സീ അനിമോൺ. അതുപോലെ ചില ബീറ്റിൽസ് ആൻറ്റിൻ്റെ ഹെഡിൽ ഉണ്ടാകുന്നത് മറ്റും ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് എൻഡോ കമൻസാലിസം പറയാനുള്ളത്. എൻഡോ കമൻസാലിസം എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റിൻ്റെ ഉള്ളിലായിരിക്കും കമൻസാൽ വന്നിട്ടുണ്ടാവുന്നത്. നേരത്തെ ഔട്ടർ ബോഡി സർഫസിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ബോഡിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും കമൻസാൽ ഉണ്ടാകുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സാപ്രോഫൈറ്റിക് ഫഞ്ചൈ, സാപ്രോഫൈറ്റിക് ബാക്ടീരിയാസും മറ്റും ഹയർ പ്ലാന്റ്സിലും ഹയർ ആനിമൽസിലും മറ്റും അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ കാണുന്നത് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ടൈപ്പ് പോസിറ്റീവ് ഇൻട്രാക്ഷനാണ് പ്രോട്ടോ കോപ്പറേഷൻ പറയാനുള്ളത്. പ്രോട്ടോ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് മ്യൂച്വലിസം തന്നെയാണ്. പക്ഷേ ആ പാർട്ട്നേഴ്സിൻ്റെ സർവൈവലിന് ഈ 2 പാർട്ട്ണറും ഇമ്പോർട്ടൻ്റ് ആണ് എന്നില്ല. അതായത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് മ്യൂച്വലിസം ബട്ട് ദ കോപ്പറേറ്റിംഗ് സ്പീഷീസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഫോർ ദർ സർവൈവൽ എന്ന് നമുക്ക് പ്രോട്ടോ കോപ്പറേഷൻ്റെ ഡെഫിനേഷനായിട്ട് പറയാം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് ചില പ്ലാന്റ്സും മൈക്രോബ്സും, സോയിൽ മൈക്രോബ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അതുപോലെ ആൻസും അഫിഡ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, പിന്നെ പോളിനേറ്റേഴ്സ്. പോളിനേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സും ഇൻസെക്ട്സും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനും മറ്റും നമുക്ക് ഈ പ്രോട്ടോ കോപ്പറേഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് പറയാനുള്ളത്.
അടുത്തൊരു ടോപ്പിക് എന്ന് പറയാനുള്ളത് നെഗറ്റീവ് ഇൻട്രാക്ഷൻസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. താങ്ക് യു.